ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, താഴെപ്പാലം, തിരൂർ. താനാള് കേപ്പുരത്ത് വീട്ടുമുറ്റത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. കേപ്പുരം കുണ്ടുങ്ങൽ ശാന്തിനഗറിൽ വെമ്പല്ലൂർ സോമന്റെ വീട്ടിലെ കിണറാണ് മോട്ടോർ സെറ്റ് ഉൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്നത്. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കേപ്പുരം കുണ്ടുങ്ങൽ ശാന്തിനഗർ മോഡേൺ അംഗനവാടിക്ക് സമീപമുള്ള വെമ്പാലൂർ സോമന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കിണർ താഴ്ന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉപയോഗത്തിലുള്ള കല്ലിന്റെ കിണറാണ് പൂർണ്ണമായും താഴ്ന്നത്. മോട്ടോർ സെറ്റും മണ്ണിനടിയിൽ ആയി. വലിയ നഷ്ടമാണ് സംഭവിച്ചത്. കുറച്ചേരം നനവ് കഴിഞ്ഞ് അങ്ങനെ വന്ന് ചായ പിടിക്കാൻ ഒരു ശബ്ദം കേട്ട് പുറത്തിറങ്ങുമ്പോൾ കിണർ സ്വയം താന്ന് പോകുന്നതാണ് കണ്ടത്. ഭയങ്കര ശബ്ദത്തോടു കൂടി. ഒരു 9-9:30 10 മണിയായി കാണും. 10 മണിയായി കാണും. 10 മണിക്ക് ഇങ്ങനെ കിണർ താന്ന ശബ്ദം കേട്ട് വീട്ടുകാരൊന്ന് വിളിച്ച് പറഞ്ഞു കിണർ താന്നെന്ന് പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ കിണർ ഫുള്ളായിട്ട് താന്ന് പോകുന്ന ഇതായിട്ട് കണ്ടത്. ഒരു 11 ചുറ്റ് കിണറാണ്, കല്ലിൻ്റെ കിണറാണ്. ഒരു 10-15 വർഷത്തെ പഴക്കമുണ്ടാവും. അങ്ങനത്തെ കിണറാണ് സംഭവിച്ചത്. ഒരുപാട് ഇതായിട്ട് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നനയും മുടിഞ്ഞ് കുടിക്കുന്നതുമായി തന്നെയായിരുന്നു. രണ്ടും കൂടെ ഇപ്പോൾ സ്റ്റോപ്പായ ഒരവസ്ഥയിലാണ്. വാർഡ് മെമ്പർ കെ ഫാത്തിമ ബീവി, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. ഇതൊരു പ്രതിഭാസത്തിൻ്റെ ഭാഗമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഒന്നാമത്തെ ഇപ്പോൾ മഴക്കാലത്തൊന്നുമല്ല. അപ്പോൾ ഇത്രയും വലിയൊരു 10-20 വർഷത്തെ വലിയൊരു കല്ലിൻ്റെ കിണറാണ് ഒന്നടങ്കം ഭൂമിൻ്റെ അടിയിലേക്ക് പോയിട്ടുള്ളത്. ഇത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലൊരു കർഷകനും കൂടിയാണ്. വലിയൊരു നഷ്ടമാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇടപെട്ടിട്ട് ഇദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം കൂടി ആദ്യം വന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കി പറയുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ ചോയ്സ് ഇപ്പോൾ ഇല്ലാത്തൊരു ഭാഗമാണ്. ആ ഭാഗത്താണ് ഇത്രയും നല്ലൊരു കിണറുണ്ടാകുമ്പോൾ ആ കിണർ പെട്ടെന്ന് ഭൂമിയിലേക്ക് ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് താഴ്ന്നു പോകുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ശരിക്കും ഇത് പഠനം നടത്തേണ്ടതുണ്ട്. കാരണം ഇനിയും ഒരുപാട് കിണറുകളും ഒരുപാട് ജനങ്ങളൊക്കെ താമസിച്ചിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പെട്ടെന്നൊരു പ്രതിഭാസം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ അപകടത്തിൽ വരെ പെടാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്.